നമസ്കാരം. ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ FD എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ആളുകൾ പലപ്പോഴും വലിയൊരു തുക കയ്യിലേക്ക് വരുന്ന സമയത്ത് അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കുക എന്നത് നമ്മൾ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു FD എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സേവിങ്സിന്റെ അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ ഭാഗമായിട്ട് ആളുകൾ കരുതുന്ന ഒന്നാണ്. പക്ഷേ FDയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് കുറച്ച് കാലത്തേക്ക് ഒരു പർട്ടിക്കുലർ ടെന്യൂറിലേക്ക് FD ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പൈസ അവിടെ ലോക്ക്ഡ് ആണ്. അത്തരത്തിലുള്ള ഒരു സൗകര്യക്കുറവ് ഫിക്സഡ് ഡെപ്പോസിറ്റിനകത്തുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. പക്ഷേ ഒരു ചെറിയ സിമ്പിൾ ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ FD കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്നു, കൂടുതൽ സെക്യൂർ ആവുന്നു. അതുപോലെ തന്നെ എമർജൻസി വരുന്ന സമയത്ത് എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലും ആകുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ്, ആ ഒരു സൗകര്യത്തിനെ കുറിച്ചാണ്. ഈ സൗകര്യത്തിന് പറയുന്ന പേരാണ്, ഈ ഫെസിലിറ്റിക്ക് പറയുന്ന പേരാണ് FD ലാഡറിംഗ്. നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫ്ലെക്സിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വേ ആണ് FD ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊരു സാമ്പത്തിക ഉപദേശമല്ല. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സിറ്റുവേഷനുകൾക്കായി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ഉപദേശം നേടുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ അവിനാഷ്. നമുക്കറിയാം, ആളുകൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു FD ഓപ്പൺ ആക്കുന്നു. പക്ഷേ ഇത് പല ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഒരു വലിയ FD തുറക്കുന്ന സമയത്ത് ഇൻവെസ്റ്റർമാർ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില സാഹചര്യങ്ങളിൽ, അതായത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ വല്ല ഫണ്ടിനും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ FDയിൽ നിന്ന് പണം എടുക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. നിങ്ങൾ FDയിൽ 25 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്നിരിക്കട്ടെ. പക്ഷെ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഈ 25 ലക്ഷത്തിൽ നിന്നും ഒരു 5 ലക്ഷം നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമുണ്ട് എന്ന് വെച്ചോളൂ. അതായത് പെട്ടെന്ന് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ആവാം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങളാവാം, അത്ര എന്തും ആവട്ടെ, എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യത്തിന് വല്ല പ്രോപ്പർട്ടിക്കും അഡ്വാൻസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ പെട്ടെന്ന് മറ്റ് സ്ഥലത്ത് പണമില്ല, ഇത്തരത്തിലുള്ള ചെറിയ എമൗണ്ട് നിങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ 25 ലക്ഷം രൂപ കംപ്ലീറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ എൻറ്റയർ എമൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ, ഈ FD നിങ്ങൾ ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ 5 lakhs നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള സാഹചര്യമാണ് വരുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ എൻറ്റയർ FD, ഇത്രയും നാളിൽ നിക്ഷേപിച്ചിരുന്ന FD 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഹോൾ എമൗണ്ടിൽ, അതായത് മൊത്തം എമൗണ്ടിൽ നിങ്ങൾക്ക് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു. അതായത് പലിശ നിരക്കിൽ വലിയൊരു നഷ്ടം തന്നെ നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സിനാരിയോ. നോർമൽ FDയുടെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫ്ലെക്സിബിലിറ്റി തീരെ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു FD എന്ന് പറയുന്നത് 1 FD ഈസ് ഈക്വൽ ടു 1 മെച്യൂരിറ്റി ഡേറ്റ്. ഒരു FD എന്ന് പറയുന്നത് ഒരു മെച്യൂരിറ്റി ഡേറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് അതിന് മുമ്പ് നിങ്ങൾക്ക് പിൻവലിക്കാൻ, മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് ഈ FD പിൻവലിക്കാൻ പറ്റില്ല. ഇഫ് യു നീഡ് മണി ഏർലിയർ ദർ ഇസ് നോ ചോയ്സ്. FDയുടെ മൂന്നാമത്തെ ഒരു പ്രശ്നം, നോർമൽ FDയുടെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് DICGC ഇൻഷുറൻസ് ലിമിറ്റ് ആണ്. എന്താണ് DICGC ഇൻഷുറൻസ് ലിമിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏത് ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്തും ആദ്യത്തെ 5 ലക്ഷം രൂപയ്ക്ക് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ലഭ്യമാവുകയുള്ളൂ. അതായത് നിങ്ങൾ ഒരു ചെറിയ ബാങ്കിൽ 20 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ 5 ലക്ഷം രൂപയ്ക്ക് മാത്രമേ ഇൻഷുറൻസ് ഉണ്ടാകൂ. ഇൻ കേസ് ബാങ്കിന് എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ച സംഭവിച്ചാൽ, അതായത് ബാങ്ക് തകർന്നു പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഷണം സംഭവിക്കുന്നു, അത്തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന മൊത്തം തുകയിൽ 5 ലക്ഷം രൂപ മാത്രമാണ് ഇൻഷുർഡ്. അതിന് മാത്രമേ കവറേജ് ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഫിക്സഡ് ഡെപ്പോസിറ്റിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ആയിട്ടുള്ള വേ ആണ് FD ലാഡറിംഗ്. ഇനി എന്താണ് FD ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് തൽക്കാലം ഇതിനെ ചുരുക്കിയിട്ട് FDL എന്ന് വിളിക്കാം. വാട്ട് ഈസ് FDL? എന്താണ് FD ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കറിയാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സമയത്ത് വലിയ ഒരു തുകയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. പക്ഷേ FD ലാഡറിംഗ് എന്ന് പറയുന്ന ഒരു വേ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ വലിയ ഒരു തുക ഒരു സ്ഥലത്ത് നമ്മൾ നിക്ഷേപിക്കുന്നില്ല. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, 25 ലക്ഷം രൂപയുടെ ഒരു FD നിക്ഷേപിക്കുന്നതിന് പകരമായിട്ട് 5 ലക്ഷം രൂപയുടെ 5 FDകൾ, അതായത് ഇവിടെ 25x1 FD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ 5x5 ഇസ് ഈക്വൽ ടു 25. 5 ലക്ഷം രൂപ വീതം 5 FDകളിലായിട്ട് നിക്ഷേപിക്കുന്നു. അപ്പോൾ 25 ലക്ഷം രൂപ ഇവിടെ ഒറ്റയടിക്ക് ഒരു FDയിൽ നിക്ഷേപിക്കുന്നതിന് പകരമായിട്ട് 5 ലക്ഷം രൂപയുടെ 5 FD വീതം നിക്ഷേപിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ നിക്ഷേപിക്കുന്നതിന്റെ ഗുണം എന്താണ്?
ഒന്ന്, നിങ്ങൾക്ക് നല്ല ലിക്വിഡിറ്റി ലഭിക്കുന്നു. രണ്ട്, നിങ്ങളുടെ പണം സേഫ് ആണ്, കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് പണം പെട്ടെന്ന് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. അത് മാത്രമല്ല ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷനും ഇവിടെയുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് FD ലാഡറിംഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണ്. ടൈപ്സ് ഓഫ് FD ലാഡറിംഗ് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടൈപ്പുകളാണ് FD ലാഡറിംഗ് എന്ന് പറയുന്ന ഒരു സ്കീമിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ വരുന്നത്. അതിൽ ആദ്യത്തെ ഒരു ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ടെന്യൂർ ബേസ്ഡ് ലാഡറിംഗ്. ടെന്യൂർ ബേസ്ഡ് ആണ് ആദ്യത്തെ ഒരു ടൈപ്പ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബാങ്ക് ബേസ്ഡ് ലാഡറിംഗ്. മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പർപ്പസ് ബേസ്ഡ് ലാഡറിംഗ്. ഇത് ഓരോന്നും വളരെ കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത്തരത്തിൽ 3 ടൈപ്സ് ഓഫ് FD ലാഡറിംഗ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. വൺ ഈസ് ടെന്യൂർ ബേസ്ഡ് ലാഡറിംഗ്, ബാങ്ക് ബേസ്ഡ് ലാഡറിംഗ് ആൻഡ് പർപ്പസ് ബേസ്ഡ് ലാഡറിംഗ്. ഇനി എന്താണ് ടെന്യൂർ ബേസ്ഡ് ലാഡറിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ടെന്യൂർ ബേസ്ഡ് ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് FD നിങ്ങൾ വ്യത്യസ്ത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നു. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ നിങ്ങൾ 1 ഇയർ FD ആയിട്ടും 2 വർഷത്തേക്കുള്ള FD ആയിട്ടും 3 വർഷത്തേക്കുള്ള FD ആയിട്ടും 4 വർഷത്തേക്കുള്ള FD ആയിട്ടും അതുപോലെ 5 വർഷത്തേക്കുള്ള FD ആയിട്ടും നിക്ഷേപിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഓരോ FD വെച്ച് മെച്യൂർ ആകുന്നു. മാത്രമല്ല എല്ലാ വർഷവും നിങ്ങൾക്ക് ലിക്വിഡിറ്റിയും ലഭിക്കുന്നു. അതുപോലെ തന്നെ ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ്, മികച്ച പലിശ നിരക്ക് വേറെ സ്ഥലത്തു നിന്നും ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മികച്ച പലിശ നിരക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. സോ ടെന്യൂർ ബേസ്ഡ് ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വിവിധ കാലഘട്ടങ്ങളിലേക്കായി നിക്ഷേപിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ടെന്യൂർ ബേസ്ഡ് ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് ബേസ്ഡ് ലാഡറിംഗ് ആണ്. സോ എന്താണ് ബാങ്ക് ബേസ്ഡ് ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ FD ഡിഫറെന്റ് ബാങ്കുകളിലായിട്ട് നിക്ഷേപിക്കുന്നു. ഉദാഹരണത്തിന് ബാങ്ക് A എന്ന് പറയുന്ന ബാങ്കിൽ നമ്മൾ 5 ലക്ഷം നിക്ഷേപിക്കുന്നു, ബാങ്ക് Bയിൽ 5 ലക്ഷം, ബാങ്ക് Cയിൽ 5 ലക്ഷം, അതുപോലെ തന്നെ ബാങ്ക് Dയിലും 5 ലക്ഷം. ഇപ്പൊ ടോട്ടൽ എത്രയായി? 20 ലക്ഷം രൂപ നമ്മൾ 4 ബാങ്കുകളായിട്ട് നിക്ഷേപിക്കുന്നു. ഇതാണ് ബാങ്ക് ബേസ്ഡ് ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ ഒരു ഗുണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ബെറ്റർ DICGC പ്രൊട്ടക്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ അക്കൗണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപത്തിന് 5 ലക്ഷം രൂപ വരെ മാത്രമേ ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നമ്മൾ 5 ലക്ഷം രൂപ വീതം നമ്മുടെ കയ്യിൽ 20 ലക്ഷം രൂപയുണ്ട്. നമ്മൾ FD ഇടാൻ ഉദ്ദേശിച്ച തുക 20 ലക്ഷം രൂപയാണ്. ആ 20 ലക്ഷം രൂപ നമ്മൾ ഒറ്റയടിക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരമായിട്ട് 4 ഡിഫറെൻറ്റ് ബാങ്കുകളിൽ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് 4 ഡിഫറെൻറ്റ് ബാങ്കുകളിൽ 5 5 5 5 എന്ന് വെച്ച് നിക്ഷേപിക്കുന്ന സമയത്ത് ടോട്ടൽ 20 ലാഖ് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഈ ഓരോ പണത്തിനും ഈ ഓരോ അക്കൗണ്ടിനും നമുക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ മണി ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. ആദ്യം പറഞ്ഞ പോലെ ഒരുമിച്ച് നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിസ്ക് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ചില ബാങ്കുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൂടാം, ചില ബാങ്കുകളിൽ കുറയാം. അത്തരത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്നത് വഴി നമുക്ക് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ലാഡറിംഗ് പ്രോസസ്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്യുക. ഓരോ ബാങ്കിലും ലഭിക്കുന്ന പലിശ നിരക്ക് എത്രയാണ്, എത്ര ഇൻട്രസ്റ്റ് ആണ് അവർ കൊടുക്കുന്നത്, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇവയെല്ലാം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു തരുന്നത് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ്. അതുപോലെ തന്നെ ബാങ്ക് ബേസ്ഡ് ലാഡറിംഗിന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ യുവർ മണി ഈസ് നോട്ട് സ്റ്റക്ക് ഇൻ വൺ സിംഗിൾ പ്ലേസ്. ഒരു സ്ഥലത്ത് മാത്രം, ഒരു ബാങ്കിൽ മാത്രം നിങ്ങളുടെ പണം ഒതുങ്ങി കൂടുന്നില്ല. വ്യത്യസ്ത ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് FD കുറിച്ചാണ് പറഞ്ഞു വന്നത്. 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പർപ്പസ് ബേസ്ഡ് ലാഡറിംഗ് ആണ്. പർപ്പസ് ബേസ്ഡ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു അർത്ഥം മനസ്സിലാവും. പർപ്പസ് എന്താണ്? അതായത് നമ്മുടെ ഒരു ആവശ്യം, നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, പർപ്പസ് ഉണ്ടാവുമല്ലോ. ഈ ആവശ്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പർപ്പസ് ബേസ്ഡ് ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കായിട്ട് ചെറിയ ചെറിയ FDകൾ ഉണ്ടാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂൾ ഫീസ് FD, അതായത് നമ്മുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായിട്ടുള്ള FDകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ എമർജൻസി FD, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ എമർജൻസിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും പണത്തിന് പെട്ടെന്ന് അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എമർജൻസി FDയും സെറ്റപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ട്രാവൽ FD, നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, യാത്രയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് പണം ചിലവാക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഒരാളാണ് നിങ്ങൾ, അത്തരത്തിലുള്ള ഒരു ട്രാവൽ FDയും ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഹോം റിപ്പയർ FD,
നമുക്കറിയാം നമ്മുടെ വീട് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വീടിന് മരാമത്ത് പണികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചില വീടുമായി ബന്ധപ്പെട്ട് എപ്പോഴും പണികൾ ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വീട് നമുക്കറിയാം, വീടിനായിട്ട് നമ്മൾ തൊട്ടാൽ തന്നെ പൈസ അവിടെ ചിലവാകുന്ന അവസ്ഥയാണ്. നമ്മൾ ചെറിയൊരു പണി തുടങ്ങി വെച്ചാൽ അത് എവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് പോലും ചിലപ്പോൾ അറിവുണ്ടാവില്ല. സോ അത്തരത്തിലൊരു സാഹചര്യം വരുന്ന സമയത്ത് തീർച്ചയായും നമുക്കൊരു ഫണ്ട് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. സോ ഹോം റിപ്പയർ FD എന്ന പേരിൽ ഒരു FD നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വീട് റിപ്പയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പണം ഉപയോഗിക്കാം. സോ ഇത്തരത്തിലൊരു പർപ്പസ് ബേസ്ഡ് ലാഡറിംഗ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ എക്സ്പെൻസ് വളരെ കൃത്യമായിട്ട് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 25 ലക്ഷം രൂപയുണ്ട്. 25 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് സേഫ്റ്റി വേണം അല്ലേ? സേഫ്റ്റി പ്ലസ് ലിക്വിഡിറ്റിയും നിങ്ങൾക്ക് വേണം. പണത്തിന്റെ ലിക്വിഡിറ്റിയും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പ്ലസ് ഓഫ് കോഴ്സ് നമ്മൾ എന്തിനാണ് നിക്ഷേപിക്കുന്നത്? ബെറ്റർ റിട്ടേൺസിന് വേണ്ടിയിട്ട്. സോ ബെറ്റർ റിട്ടേൺസ്. സോ 25 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ സേഫ്റ്റി പ്ലസ് ലിക്വിഡിറ്റി പ്ലസ് ബെറ്റർ റിട്ടേൺ എന്നുള്ള ഒരു മനസ്ഥിതിയിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നിരിക്കട്ടെ. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് എ ലാഡർ. ഒരു ലാഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 5 ലക്ഷം രൂപയുടെ 5 FDകൾ 5 ലക്ഷം രൂപയുടെ 5 FDകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് 1 year FD, 2 year FD, 3 year FD, 4 year FD, 5 year FD, അങ്ങനെ 5 വർഷത്തേക്കുള്ള FDകൾ 5 ലക്ഷം രൂപയുടെ 5 FDകൾ വീതം ഉണ്ടാക്കിയെടുക്കുക. അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേണിനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഉദാഹരണം മാത്രമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഓരോ ബാങ്കിനെയും അനുസൃതമാക്കിയിരിക്കും. നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബാങ്കുകളെ കൃത്യമായിട്ട് സമീപിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. സോ 1 year FDക്ക് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഏകദേശം 1 year FD നമുക്ക് 6.8% റിട്ടേൺ ലഭിക്കുന്നു എന്നിരിക്കട്ടെ. ഐ സ്റ്റിൽ റിപ്പീറ്റ്, ഇതൊരു ഉദാഹരണം മാത്രമാണ്. അതായത് 5 ലക്ഷം രൂപയ്ക്ക് 5,34,000 രൂപ, ഇത്രയും രൂപ നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് 6.8% 1 year FD ലഭിക്കുന്നു. ഇനി ഇത് 1 year ആണ്. 2 year FDയിൽ നമ്മൾ ഏകദേശം പലിശ നമുക്ക് 7% കണക്കാക്കാം. 7% രണ്ടാമത്തെ വർഷം നമുക്ക് ലഭിക്കുന്നു. ഇവിടെ നമുക്ക് 5 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളത് ഏകദേശം 5,72,450 രൂപ. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് 3 വർഷത്തെയും 4 വർഷത്തെയും 5 വർഷത്തെയും FDയിൽ ലഭിക്കുന്നു. സോ നമ്മൾ ലാഡർ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എക്സ്പെക്റ്റഡ് റിട്ടേൺ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത ഒരു സ്റ്റെപ്പ്, ഒരു നോർമൽ സിറ്റുവേഷൻ പരിശോധിക്കാം. നിങ്ങൾ ഒരു 25 lakhs 25 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ഒരു എമർജൻസി സംഭവിക്കുന്നു, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഘട്ടം വരുന്നു, നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട്, ഈ FD അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം ഈ എൻറ്റയർ FD നമ്മൾ ബ്രേക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് കിട്ടാവുന്ന പലിശയെല്ലാം നമുക്ക് നഷ്ടപ്പെടും. അൺനെസസറി ആയിട്ട് ഒരു നഷ്ടം നമുക്ക് സംഭവിക്കും. പക്ഷേ ഇതിന് പകരം നമ്മൾ ലാഡറിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു FD മാത്രമേ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വൈ? നിങ്ങളുടെ FD പല ലാഡറിലായിട്ട് കിടക്കുകയാണ്. 1 year FD, 2 year FD, 3 year FD, ഞാൻ പറഞ്ഞു അങ്ങനെ 5 വർഷം വരെയുള്ള FDകളിലായിട്ട് പല സ്ഥലങ്ങളിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു FD മാത്രം ബ്രേക്ക് ചെയ്താൽ മതിയാകും. എത്ര എമൗണ്ട് ആണോ വേണ്ടത് ആ എമൗണ്ടിന് കണക്കായിട്ടുള്ള FDകൾ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്താൽ മതിയാകും. എൻറ്റയർ FD യു ഡോണ്ട് നീഡ് ടു ബ്രേക്ക്. അതുപോലെ തന്നെ ബാക്കി എല്ലാ FDകളും അത് സാധാരണ പ്രോസസ്സ് പോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റ് ഏൺ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഫൈനലി നിങ്ങളുടെ സേവിങ്സ് സേഫ് ആയി തന്നെ അവിടെ തന്നെ ഉണ്ടാകും. സോ FD ലാഡറിംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്. ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്കറിയാം എല്ലാ വർഷവും FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ വർഷവും ഒരു FD മെച്യൂർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റീ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പുതിയ റീ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും. വലിയ റേറ്റും കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് അഥവാ സീനിയർ സിറ്റിസൺസിന് വലിയ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് ബാങ്ക് കൊടുക്കുന്നത്. ഈ ഒരു കാര്യം, അതായത് മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ലാഡറിംഗിൽ വളരെ പോസിറ്റീവായിട്ട് ഉപകാരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഓൾമോസ്റ്റ് ഒരു SIP പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ FDയിലാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ സംസാരിച്ചത് എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, FD ലാഡറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. FD ലാഡറിംഗ് എന്ന് പറയുന്നത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓൾറെഡി ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നവരോ തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റായി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.